നമസ്കാരം. എം ടി വാസുദേവൻ നായർ മലയാളത്തിൻ്റെ അഭിമാനമാണ്, ചിലപ്പോൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും. പക്ഷേ അദ്ദേഹം എഴുതി വച്ച വാക്കുകൾ, അക്ഷരങ്ങളുടെ ബലം, ശക്തി എന്നിവയൊക്കെ വായനക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതൊക്കെ വായിച്ചു മനസ്സിലാക്കാൻ സംസ്കാരമുള്ള, വിവരമുള്ളവർക്ക് ആ വ്യക്തിത്വത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയും. പക്ഷേ ഇവിടെ ഇപ്പോൾ എം ടി എന്താണ് ചെയ്തത്? അധികാരത്തെ അഹന്തയായിട്ടും ആധിപത്യമായിട്ടും മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു വർത്തമാനം വളരെ കൃത്യമായി വിജയനെ ഇരുത്തിക്കൊണ്ട്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞ ആ വ്യക്തിത്വത്തെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെ അന്തംഗമി സഖാക്കൾ അടക്കം കൊലവിളിക്കുകയാണ്. എം ടിക്ക് നേരെയുള്ള കൊലവിളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സഖാക്കൾ. ആ സഖാക്കളുടെ ആ കൊലവിളികൾ തീരുന്നില്ല എന്ന് വേദിയിലെത്തി പിണറായിയെ കുടഞ്ഞിട്ടും വലിയ രീതിയിൽ എം ടിക്ക് നേരെ ആക്രമണം ആദ്യമൊന്നും വന്നില്ലായിരുന്നു എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചതാണ്. പക്ഷേ സഖാക്കളും സൈബർ ഗ്രൂപ്പുകളും മൗനം പാലിക്കണമെന്ന് പാർട്ടി നിർദ്ദേശം അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തികട്ടി വന്നിട്ടും കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഈ സഖാക്കന്മാരും കുട്ടി സഖാക്കളും. എന്നാൽ അതിപ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എം ഡിയെ ഏറ്റു പറഞ്ഞുകൊണ്ട് ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഇളക്കമുണ്ടാകുന്നു. നേരിട്ട് പറയാതെ എം ഡിയെ ഏറ്റുപറയുന്നത് ഭീരുത്വം തന്നെയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരാൾ തുടക്കമിട്ടതോടെ കൂടോടെ ഇളകിയിരിക്കുകയാണ് സഖാക്കളെല്ലാം. എം ഡിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള ജി സുധാകരനാണ് ആദ്യം നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ പിണറായിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് സുധാകരൻ ചെയ്തതാണോ എന്ന് വരെ ചില വാദങ്ങൾ ഉയരുന്നുണ്ട് കേട്ടോ. കാരണം എം ഡിയുടെ വിഷയത്തിൽ, എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തി വിഷയം പൊലിപ്പിക്കേണ്ട എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ് പാർട്ടിക്കാരോടും അണികളോടും നിർദ്ദേശം നൽകിയിരുന്നത്. അതിനിടയിൽ ഇപ്പോൾ സുധാകരൻ കയറി ഇപ്പോൾ ഇതിനെ ഒന്ന് കത്തിക്കുകയായിരുന്നു. കാരണം ഇത് മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എം ഡി പറഞ്ഞത് കേന്ദ്രത്തെയാണ് എന്ന് CPM വരുത്തി തീർക്കുവാൻ വല്ലാതെ പാടുപെടുന്നുണ്ട്. സുധാകരൻ്റെ വിമർശനത്തോടെ എം ഡി ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് കൃത്യമായി മനസ്സിലായി. അത് പിണറായി വിജയനെ തന്നെയാണ് എന്ന് ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ എം ഡിക്ക് പിന്നാലെ എം മുകുന്ദൻ വളരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വീഡിയോയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുധാകരൻ്റെ വിമർശനം കൂടി എത്തിയിരിക്കുന്നത്. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൻ്റെ പടിക്കൽ ഒരു ധർണ നടത്തുകയുണ്ടായിരുന്നു. ആ ധർണ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു സുധാകരൻ്റെ വാക്കുകൾ പുറത്തേക്ക് വന്നത്. CPM ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ കൈക്കൊണ്ടിരുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ്, ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധാകരൻ ഇത്തരത്തിലുള്ളൊരു വിമർശനവുമായി രംഗത്ത് വന്നത്. ഇത് വളരെ ശ്രദ്ധേയമാകുകയാണ് ഇപ്പോൾ. കാരണം എം ഡിയെ വിമർശിച്ചിട്ടുള്ള ജി സുധാകരൻ്റെ പ്രസംഗമെന്ന് പറയപ്പെടുന്നത് അത് അദ്ദേഹം പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: എം ടി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ്, പറയുന്നതിൽ ആത്മാർത്ഥതയില്ല എന്ന് കൂടി പറയട്ടെ. എത്ര വലിയ ആൾ ആണെങ്കിലും എം ടി വാസുദേവൻ നായർ പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച ചില സാഹിത്യകാരന്മാർ അവരുടെ ഭീരുത്വമാണ് കാണിച്ചത് എന്നുകൂടി സുധാകരൻ പറയുകയാണ്. ഇടതുപക്ഷ ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ചില നിലപാടുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഭരണത്തിലായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന് പറയുകയാണ്. സമരവും ഭരണവും EMS പറഞ്ഞു തന്നതാണ്. അത് അത്തരത്തിൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടതും. അതൊക്കെ എല്ലാവരും മറന്നുപോയോ എന്നുകൂടി ചോദിക്കുകയാണ്. ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല, അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് EMS പറഞ്ഞതിൻ്റെ അർത്ഥമെന്നുകൂടി സുധാകരൻ മറച്ചു വയ്ക്കുകയാണ്. അത് മാർക്സിസമാണ്. പഠിച്ചവർക്കേ അറിയൂ, വായിച്ചു പഠിക്കേണ്ടതുണ്ട്. വായിച്ചു പഠിച്ചവർക്ക് മാത്രം മനസ്സിലാകാവുന്ന കാര്യമാണ്. ഇവിടെ എം ടി വാസുദേവൻ നായർ പറയേണ്ടതില്ല. ഇതൊക്കെ ഞാനും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് പക്ഷേ എം ടി വാസുദേവൻ നായർ എന്ന് പറയപ്പെടുന്ന സാഹിത്യകാരൻ പറഞ്ഞപ്പോൾ മാത്രം എന്താ ഭയങ്കര ഇളക്കമുണ്ടാകുന്നത്? എം ടി പറഞ്ഞതിനോട് ഞാനെന്തിനാ പ്രതികരിക്കുന്നത്? ഞാൻ 60 വർഷമായി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം. പിന്നെ ഞാനെന്തിനാണ് എം ജിയോട് പറയുന്നത്? ഇതിനു മുൻപും പലവട്ടം പലതരത്തിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ആരും പ്രതികരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു. അപ്പോൾ തന്നെ ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർ ഓരോരുത്തരായിട്ട് ഉണരാൻ തുടങ്ങി. അവരോരോന്ന് പറഞ്ഞു തുടങ്ങി.
അത് തന്നെ ഭീരുത്വമല്ലേ എന്നാണ് സുധാകരൻ്റെ ചോദ്യം. കാരണം MD വാസുദേവൻ നായർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയേണ്ടതായി ഉണ്ടായിരുന്നുവെങ്കിൽ അത് വളരെ കൃത്യമായി പറയണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് നേരത്തെ പറയാതിരുന്നു? ഇപ്പോൾ ഷോ കാണിക്കുകയാണ്, ആത്മാർത്ഥതയില്ല എന്ന് പറയേണ്ടി വരുന്നു. അത് ഏറ്റു പറയാതിരുന്ന ഒരാളുണ്ട്, അത് മറ്റാരുമല്ല, അത് ടി പത്മനാഭനാണ്. സാധാരണ അദ്ദേഹം ഏറ്റുപിടിക്കലാണ് പതിവ്, പക്ഷേ ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു വക അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. MD പറഞ്ഞത് ഒരാളെ പറ്റിയാണോ പലരെക്കുറിച്ചാണോ എന്ന് പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും മന്ത്രിമാരിലും പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണുന്നു എന്ന് പറയുകയാണ് സുധാകരൻ. ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. MD ജനങ്ങളോടാണ് പറഞ്ഞത്. ഉടനെ കേരളത്തിലെ എന്തോ ഒരു ആറ്റം ബോംബ് വീണിരിക്കുന്നു എന്ന മട്ടിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്ന നിലയിൽ ചർച്ച ചെയ്യുന്നത് വളരെ അപക്വമായ കാര്യമാണ് എന്ന് പറയേണ്ടി വരും. താൻ പറയുന്നതെല്ലാം പാർട്ടി നയമാണ്, അതാണ് ഭരണവും സമരവും എന്ന് EMS പറഞ്ഞത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു കാലത്തും കാലഹരണപ്പെട്ടു പോകില്ല. സമരവും ഭരണവും അതൊരു മാർക്സിസ്റ്റ് ഡയലറ്റിക്സ് ആണ് എന്നുകൂടി ഓർമ്മിക്കുകയാണ്. അല്ലെങ്കിൽ അത് ആർക്കും അറിയില്ലെങ്കിൽ അതുകൂടി പറഞ്ഞു തരികയാണ് എന്ന് G. സുധാകരൻ പറഞ്ഞു. അതായത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി ഡെമോക്രസി ഒരു അബ്സല്യൂട്ട് ലക്ഷ്യമല്ല, അബ്സല്യൂട്ട് സോഷ്യലിസം മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അസമത്വവും ചൂഷണവും ഇല്ലാതായി എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു കാലഘട്ടം, അത്തരത്തിലൊരു കാലഘട്ടം, അതാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ കംബോഡിയയിലും റഷ്യയിലും നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് സോഷ്യലിസം തകർന്നേ എന്ന് പറയുന്നത് തന്നെ ഒരു അറിവില്ലായ്മയാണ് എന്ന് പറയേണ്ടി വരും. ആത്യന്തികമായി സോഷ്യലിസത്തിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ജനതയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് പാർലമെൻ്ററി ഡെമോക്രസി കൊണ്ട് മാത്രം അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തവണ്ണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ സാഹചര്യത്തിലാണ് ഭരണവും സമരവും ആകാമെന്ന് പറയേണ്ടി വരുന്നതെന്നാണ് സുധാകരൻ പറഞ്ഞു വെച്ചത്. കാരണം ഭരണവും സമരവും അത്യാവശ്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. MDയുടെ വിമർശനങ്ങൾ വരുമ്പോൾ ആ MD ഉന്നയിച്ച വിമർശനങ്ങളെ ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വാക്കുണ്ടായിരുന്നുള്ളൂ MDയുടെ. ആ വിമർശനങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ്. അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതിയെന്നും MD പറഞ്ഞു. അധികാരം പക്ഷേ ജനസേവനത്തിലുള്ള അവസരമെന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തത്തെ പണ്ടേ കുഴിമട്ടി മൂടി എന്നും മുഖ്യമന്ത്രി സാക്ഷിയാക്കിക്കൊണ്ടാണ് MD വാസുദേവൻ നായർ പറഞ്ഞിരുന്നത്. ഇത് കേട്ടപ്പോൾ പലർക്കും ഞെട്ടലുണ്ടായി. അതിന് പിന്നാലെ M. മുകുന്ദൻ അടക്കമുള്ളവരൊക്കെ വിമർശനവുമായി രംഗത്ത് വന്നു. അതുവരെ ഇവർക്ക് എന്താ പറയാൻ കഴിയാത്തത് എന്ന് ചിലപ്പോൾ സുധാകരൻ ചോദിച്ചാൽ അതിന് തെറ്റില്ല എന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും ഈ MDയെ പോലെ നട്ടലുള്ള സാഹിത്യകാരന്മാരുണ്ട് എന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ് അതിന് പിന്നാലെ കുറച്ചു പേർ അതിൻ്റെ അരികെ ചേർന്ന് വരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് എന്നും അവർ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല എന്നും മാത്രമല്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയൂ എന്നാണ് എന്നും ഇതാ ജനങ്ങൾ വരുന്നുണ്ട്, ഇതാണ് M. മുകുന്ദൻ്റെ വാദഗതികൾ. ഇങ്ങനെയൊക്കെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച MD വാസുദേവൻ നായർ, ആ MD വാസുദേവൻ നായരെ തകർക്കുവാനുള്ള ശ്രമം നടത്തുന്ന അന്തംകമ്മി സഖാക്കൾ, വായനയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിതൊക്കെ മനസ്സിലായേനെ എന്ന് പറയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അത് മറ്റാരുമല്ല, അത് G. സുധാകരൻ. G. സുധാകരൻ പറയുന്ന വാക്കുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണോ അതോ പിണറായി വിജയന് എതിരായിട്ടാണോ എന്നൊക്കെ കേരള സമൂഹം ചിന്തിച്ചു തുടങ്ങുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും MB ഗോവിന്ദനും അല്ലെങ്കിൽ പിണറായി വിജയനുമൊക്കെ അണികളോട് പറഞ്ഞിരുന്നത് MD വാസുദേവൻ നായർ എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്താണോ സമൂഹത്തിനോട് പറഞ്ഞത് അതിനെ വലിയ വാർത്തയാക്കണ്ട, വലിയ ചർച്ചയാക്കണ്ട, അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട എന്നായിരുന്നു. അതായത് അതിനെ അണച്ചു കളയുക, ഒരു തീയായി കത്തിക്കരുത് എന്നായിരുന്നു. പക്ഷേ അതിനെ ഒരു തീയായി കത്തിക്കുവാനുള്ള ഒരു ശ്രമം ഇവിടെ G. സുധാകരൻ നടത്തിയിരിക്കുകയാണ്. MD കാണിക്കുന്നത് ഷോയാണ് എന്ന് പറയുവാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അത് ആർക്കു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു അതോ പിണറായിക്ക് വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയോ G. സുധാകരൻ പറയുന്നുണ്ട്. പക്ഷേ ഉന്നം പിണറായി വിജയന് കൊള്ളുക എന്നത് തന്നെയാണ്. അതായത് ഇന്നലെ വരെ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് അത് BJPക്ക് എതിരായിട്ട് MD വാസുദേവൻ നായർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം G. സുധാകരൻ പറഞ്ഞു ഉറപ്പിക്കുകയായിരുന്നു അത് പറഞ്ഞത് മറ്റാരെയുമല്ല, അത് പിണറായി വിജയനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക എന്നുള്ള തരത്തിൽ അദ്ദേഹം വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയോ ഒരു CPMകാരനെയോ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമമല്ല. പിണറായിയെ കുടുക്കുക, അല്ലെങ്കിൽ പാർട്ടി തിരിച്ചറിയുക, പാർട്ടിയെ ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്
ജി സുധാകരൻ്റെ ഈ വിമർശനമെന്ന് കേരളം കേൾക്കുകയാണ്.